ഹായ് വെൽക്കം ടു നമ്മുടെ അടുത്തൊരു വീഡിയോക്ക്. ഇത് എന്താ കുണിക്കിയത്? എവിടുന്ന കുണിക്ക് കിട്ടി? എന്താ ഇങ്ങോട്ട് നോക്കി പറ. ഗിഫ്റ്റാ? കുണിക്ക് ഇത്ര ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാ? ഇത്തിരി വലിയ ടോയ് ആദ്യമായിട്ട് കിട്ടുന്നു. അമ്മ ടോയ് മേടിച്ചു തരാണ്ട കുണിക്ക്? മേടിച്ചു തരും കുഞ്ഞിതില്. എന്നും പിണക്ക അമ്മ കുഞ്ഞീത് മേടിച്ചു തരല്ലോ എന്നൊക്കെ അമ്മ അത് മേടിച്ചെന്ന്. ഇപ്പൊ പരാതി മാറിയാ? ഇനി കളിപ്പാട്ട വേണ്ട. എവിടെ സെക്യൂരിറ്റി ചേച്ചിക്ക് ചുമ്മാത്താ ലവ് യു പറഞ്ഞ നോക്ക്. കുണിക്ക് 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 ഇനിയിപ്പോ എന്താ പറഞ്ഞാള്? ബർത്ത്ഡേ കഴിഞ്ഞോ? അവന് ഒരു ബാറ്റും കൂടി എൻ്റെ ഉക്കുലേ പോയല്ലേ? പ്രസവിച്ച നാളല്ലേ? ഷർട്ട് ഇട്ട് സത്യമാണ് വയ്യ. അത് കൊടുത്ത് ശരിയാക്കി. ഇനി ഫുഡ് കഴിക്കണം. വിശന്നിട്ട് വയ്യ. എന്ത് ഫുഡ് കഴിക്കും? നല്ലൊരു ഫുഡ് കഴിക്കും. നല്ല നാടൻ അന്നേട്ടാ ചോറ്. ഇന്ന് ചോറ് വേണം. ഷോ നമ്മൾ മലയാളികളെ പ്രശ്നം തോന്നുന്നില്ല. കുറച്ച് ദിവസം നമുക്ക് ചോറ് കിട്ടിയില്ലെങ്കിലേ ചോറിനൊരുത്തരം ആർത്തി മൂക്കും നമുക്കല്ലേ. അങ്ങനെ ഒരു ആർത്തിയായിരിക്കും. നല്ല നാടൻ ഊണ് കഴിച്ചിട്ട് കുറേ നാളെ. ജുബായത്ത് ചേച്ചിത് കുട്ടി ചെടി വെക്കുന്നത് പറ്റുന്നില്ല. ഇത് വലിയൊരു ഗിഫ്റ്റായിട്ടത്. എവിടെ വെക്കാൻ സ്ഥലമില്ല. റൂമിൽ കട്ടിലിട്ടാനൊന്നും സ്ഥലമില്ലേ. ഇത് സിറ്റ് ഔട്ട് വെച്ച് കഴിഞ്ഞാൽ കിളിയ പട്ടിക വന്നാലോ വെച്ചിട്ട് ഞങ്ങളുടെ കിച്ചൺ നല്ല ഭംഗിയിൽ സൂക്ഷിക്കുന്ന കിച്ചണിലേക്ക് ഞാൻ അത് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് കളിക്കട്ടെ. നോട്ടെ ഹാപ്പിയാണോ? അങ്ങനെ ഞങ്ങളും തിരക്കിട്ട ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെയായിട്ട് ഞങ്ങൾ ആ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടാണ്. അപ്പം എല്ലാവരും പറഞ്ഞല്ലേ ആകെ കിട്ടുന്നൊരു ഞായറാഴ്ച. അപ്പം അങ്ങനെ ആയിട്ടാ. അല്ലെങ്കിലും എല്ലാ ദിവസവും ഇത് തന്നെ. വീട്ടിലെ രാവിലത്തെ പണികൾ ഉണ്ടോ സ്കൂളാക്കൽ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്. ഷോപ്പിൽ ഓപ്പൺ ആയിട്ട് 2 ദിവസമായിട്ടുള്ള ഉള്ളെങ്കിലും നമ്മൾ ഷോപ്പിൻ്റെ ആവശ്യങ്ങൾക്ക് വർക്കിന് നടക്കുന്ന കാരണം വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങുക ഒരു ജോലിക്ക് പോകുന്ന ഒരു അവസ്ഥയ്ക്ക് തന്നെയായിരുന്നു. ഇപ്പോൾ കറക്റ്റ് അതേ ഫീലായി. രാവിലെ എനിക്കണു പിള്ളേർ സ്കൂളിൽ കുറേ ദിവസമായി കൂട്ടിയിട്ടെന്നാണ് എൻ്റെ കെട്ടുവിൻ്റെ പരാതി. പണികൾ ചെറുപടാന്ന് വേഗം കഴിച്ചു വയ്യ. ഇന്നലെ കൊണ്ടുപോയതിനായിട്ട് വേനോട് കുടിച്ചു. ഇന്നിപ്പോൾ അവിടെ വെള്ളം കൂടി ശരിയാണല്ലോ. ഷോപ്പിൽ വെള്ളം കുടിക്കാനോ ടോയ്ലറ്റിലേക്ക് പുറത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടും മൂത്രം വയ്ക്കാനായി. അത് പറഞ്ഞു അടിവേറെ ഭയങ്കര വേദന. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുട്ടാണ് കേട്ടോ. കുറേ ദിവസമായി ഞങ്ങൾ പുട്ടും കടലയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പം ഇന്ന് കടലയല്ല പുട്ടാണ്. അപ്പോൾ ഇന്നാളൊരു വീഡിയോ ഇട്ടപ്പോൾ പുട്ട് ഉണ്ടാക്കണേൽ പറഞ്ഞു ജീരകം ഇടുമോ ആരെങ്കിലും? ഇവരിൽ മാത്രമേ ഇങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുള്ളൂ. ആരെങ്കിലും ചെയ്യണ കാര്യമാണോ ജീരകം ഇട്ടിട്ട് പുട്ടുണ്ടാക്കുമെന്ന്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ജീരകവും ചുവന്നുള്ളി ഉപ്പും ഇട്ടിട്ട് അരിപ്പൊടിയിൽ കുഴച്ചിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴയ്ക്കും. അനിയൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ്. ഇല്ലാത്ത സ്ഥലം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മളിത് നല്ലൊരു മീൻകറി കൂട്ടി ചോറിനാണെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മീൻകറി വന്ന് മേടിക്കാൻ പോയപ്പോൾ അവിടെ പ്രത്യേകിച്ച് മീനൊന്നുമില്ല. കുറച്ച് ഉണക്കമുള്ളനും നത്തോലും മാത്രമുള്ളൂ. ഞാൻ പറഞ്ഞു കിട്ടി. എന്നോട് പറഞ്ഞാൽ അച്ചാർ ഉണ്ടാക്കാൻ മേടിക്കാമെന്ന്. അപ്പോൾ ഞാൻ അച്ചാർ വേണ്ട, കുറേ ദിവസമായി മീൻചാറ് കൂട്ടിയിട്ട് മീൻചാറ് ഉണ്ടാക്കാമെന്ന് വെച്ചു.
എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ നത്തോലിയോട് മീൻ കറി വെക്കുള്ളൂ. വലുതായതിന് ശേഷം ഒരിക്കലാണ് ഇപ്പൊ ഞാൻ അടുത്ത് വെച്ചേട്ടാ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ ചേട്ടാ? അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ പകുതി മീൻ എടുത്തിട്ട് ഞാൻ കൂടുതലും എടുത്തിട്ട് വറക്കാൻ വെച്ചു. ഇനിയിപ്പോ കറി വെച്ചത് ചിലവായിരിക്കും, വറുത്തതും ചിലവായിരിക്കും, അച്ചാറിന് ഇടാലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ നമ്മളിത് ഈ മീൻ വറുത്തതൊക്കെ ഒരു ചെറിയ പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മൾ മീൻ കറിക്കുള്ള കൂട്ടുപാഠം. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി നത്തോലിയുടെ ഒരു കറിയുടെ റെസിപ്പി കൂടി തരാം കേട്ടോ. ഒരു തക്കാളി, കുറച്ച് ഉപ്പ്, നമുക്ക് ആവശ്യത്തിന് പുളിക്ക് അനുസരിച്ചുള്ള കുടംപുളി ഇട്ടാ. അങ്ങനെ കുടംപുളിയും കഴുകി വൃത്തിയാക്കി അത് ചീന്തിയിട്ടു. പിന്നെ ചുവന്നുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി, ഇഞ്ചി ചതച്ചിട്ടു, കറിവേപ്പില ഇട്ടു, കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അരപ്പിൽ നാളികേരം, മഞ്ഞൾപ്പൊടി, മുളകും പൊടി മാത്രം. ഒരു ഒരു പിടി നാളികേരം, വലിയൊരു പിടി നാളികേരം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളകും പൊടി. മുളകും പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. അരപ്പ് ഒഴിച്ച് അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഞാൻ അത് ഇരുന്ന് തിളച്ച് സെറ്റ് ആവട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വേഗം വേഗം പണി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഇനി ആകെ ഒരു ഞായറാഴ്ചയല്ലേ, പതുക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിടക്കുക കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ജാറിൽ നാളികേരവും തൈരൊക്കെ കൊണ്ട് വെച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ മുരിങ്ങക്കായ ഇരിക്കണം. അപ്പോൾ ചേച്ചി ഇനി ഇരുന്ന് കഴിഞ്ഞത് ഉണങ്ങിപ്പോവും. അപ്പോൾ മുരിങ്ങക്കായ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? എന്നാൽ കുറേ ദിവസം കൊണ്ടുമ്പോഴേ നമുക്കൊരു മുതിരപ്പേര് കൂട്ടി ചോറും ഉണ്ടില്ലെങ്കിൽ അതെന്തോ ഒരു മാതിരിയാണ്. കുട്ടിക്കാലത്ത് ഇഷ്ടമില്ലാത്തൊരു ഉപ്പേരിയായിരുന്നു കേട്ടോ മുതിര. ഇപ്പോൾ അനിയൻ്റെ കൂടെ കൂടി കൂടി ചന്ദനം ചാരി ചന്ദനം മണക്കും എന്ന് പറഞ്ഞ പോലെ എൻ്റെ കെട്ടിയവൻ്റെ കൂടെ കൂടിയപ്പോൾ മുതിരോടൊരു ഇഷ്ടം പ്രണയമൊക്കെ തോന്നി. ചോറിലേക്ക് മുതിര, ചപ്പാത്തിക്ക് മുതിര, ഇതൊക്കെ ഞങ്ങൾ കഴിക്കും. മുതിര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പലയിടത്തും വെക്കുന്ന രീതി വ്യത്യാസമുണ്ട്. എൻ്റെ വീട്ടിൽ വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ വെക്കുന്നതാട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി തിളച്ചൊക്കെ വന്നപ്പോൾ ആ നത്തോലിയും കൂടി ഇട്ട് വെച്ച് അന്ന് ഞാൻ അതൊന്നും ഇരുന്ന് വറ്റട്ടെ. പക്ഷെ മീൻകറി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടോ. അതിലത്തെ മീൻ കഷ്ണം കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നല്ല പുള്ളിയും എരിവും ഉപ്പൊക്കെ പിടിച്ചിട്ട്. ചെറിയ മീനല്ലേ. അങ്ങനെ നമ്മുടെ അനിയേട്ടനും മീനിൽ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ കൊടുക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ അനിയേട്ടൻ ഉപ്പും പുളിയൊക്കെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കുറവാണെന്ന് പറയും. പക്ഷേ അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. എൻ്റെ ഫോണ് കേടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ കുറഞ്ഞത്. എങ്ങനെയൊക്കെ വീഡിയോ നമ്മൾ എടുത്ത് വെക്കാം, വർക്കിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു ദിവസത്തെ വീഡിയോ പോലും ഇപ്പോൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്നലെ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായിരുന്നു. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ഫോൺ കടയിൽ പോയി ഒരു രക്ഷയുമില്ല. ഞാൻ പരമാവധി പോകണോടത്തോളം പോട്ടെ വെച്ചാൽ അച്ചുവിൻ്റെ കൊടുത്തു. അച്ചു ശരിയാക്കാൻ നോക്കി. ഫോൺ കടയിലത്തെ ഒരു കുട്ടി വന്ന് ശരിയാക്കി. ഒന്നും രക്ഷയില്ല. ഇനി ഇപ്പോഴും എഡിറ്റ് ചെയ്യേണ്ടത് ശരിയാവില്ല എന്നൊരു ഉറപ്പില്ല കേട്ടോ. ഇന്നലെ ഒരു 3 മണിക്കൂർ നിന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. അതങ്ങനെ ഡിലീറ്റ് ആയി പോകുന്നു. അങ്ങനെ മീൻകറിയുടെ കളർ കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയാണെന്ന്. ഒരുപാട് കട്ടിയാക്കിയില്ല കേട്ടോ. ചെറിയ മീനല്ലേ. അപ്പോൾ അതിലേക്ക് 2 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ പുട്ടുണ്ടാക്കാണ്. ആരും എണീച്ചിട്ടില്ല. ഞങ്ങൾ എണീക്കുമ്പോഴേ ഒരു 8:45 9 മണി ആയിട്ടുണ്ട്. ഇനി അവർ എണീച്ച് വരട്ടെ വെച്ചു. എന്താ വെച്ചാൽ അവർ വന്നതിന് ശേഷം ഇനി അവർ വെച്ച് അവർ വെക്കില്ല. അവർ വെച്ചുണ്ടാക്കുമ്പോൾ വേഗം വെച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവർ ഇരിക്കുമ്പോഴേക്കും ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്നതിൽ തെറ്റ് പറ്റുന്നുണ്ട് അല്ലേ? ഉണ്ടാ വെള്ളി വീണ അറിയില്ല. ഇങ്ങനെ സ്പീഡിലൊരു പോക്ക് പോവുക. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറേ പണികളുണ്ട്. ഈ ഫോൺ ശരിയാവാതാണ് എനിക്ക് സാരി ഉടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്. സാരി ഉടുത്തുള്ള ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. നടക്കണ്ടേ. അങ്ങനെ നമ്മുടെ ഇതേ പുട്ടുണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ഈ കാണുന്നത്. അഭിപ്രായ വ്യത്യാസം പറയാൻ പറ്റുമോ? നമുക്ക് അഭിപ്രായം പറയാമല്ലേ. നമുക്ക് വി.ഡി. സതീശൻ, മുഖ്യമന്ത്രി വി.ഡി. സതീശനായപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിച്ചു. ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചു നമ്മുടെ നാടിന് വേണ്ടിയിട്ട്. അപ്പോൾ ആൾ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു നമ്മൾ ന്യൂസ് കണ്ടതിൽ നമ്മുടെ സലീം കുമാറിന് വേണ്ടിയിട്ട് സ്മാരകം പണിയാൻ വേണ്ടി 1 കോടി രൂപ. നമുക്ക് സലീം കുമാറിന് സ്മാരകം പണിതിട്ട് വേണ്ട ആലോചിക്കാൻ. എന്താ വെച്ചാൽ സ്മാരകത്തോട് വേണ്ട നമ്മൾ സലീം കുമാറിന് നമ്മളെ ഈ പറയേ ഇനി എത്ര തലമുറ പോയാലും നമ്മുടെ കല്യാണരാമനും അങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമ എന്ന സലീം കുമാറിന് ഒരിക്കലും നമ്മൾ മറക്കില്ല. ഒരിക്കലും ഒരു കാലഘട്ടം പോലും മറക്കില്ല. എന്ന് വെച്ചാൽ കുളുക്കനായാലും കുടിക്കായാലും അവരൊക്കെ എത്രയോ എൻജോയ് ചെയ്ത് കാണുന്ന ഒരു സലീം കുമാറിനൊക്കെ ഒരു സിനിമ 8 10 പ്രാവശ്യം അവരിന്ന് കാണുന്നവരാണ്. അപ്പോൾ ആ വ്യക്തിനെ അവരൊരിക്കലും പറഞ്ഞ നാളെ അവരുടെ തലമുറ അവരുടെ മക്കളുണ്ടാകുമ്പോൾ ഇതുപോലെ ടി വിയിൽ വയ്ക്കുമ്പോഴും
അവർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ നല്ല നല്ല സിനിമകൾ അവർക്ക് കാട്ടി കൊടുക്കും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്താണ് നല്ല നല്ല സിനിമകളും പൊന്നൂനായാലും കുഞ്ഞിനായാലും കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ അവരും നാളെ അവർ അപ്പം അതൊരിക്കലും മറക്കില്ല. മറക്കാണ്ടിരിക്കാൻ ഒരു സ്മാരകത്തിൻ്റെ ആവശ്യമില്ലാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആർക്കും പറയാം. അതുകൊണ്ട് പറയാണ് എന്താ വെച്ചാൽ മരിച്ച ആൾക്ക് ഇനി ഒരു സ്മാരകത്തിൻ്റെ ആവശ്യമോ കാശിൻ്റെ ആവശ്യമില്ല, ആൾക്ക് ഇനി ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞേ സ്മാരകങ്ങൾ ഇഷ്ടം പോലെ പന്തിട്ടിട്ട് എന്തിനാ പ്രാവും കാക്കൊക്കെ തൂറിക്കുന്നല്ലാണ്ട് ഒരു അത് പിന്നെ ക്ലീൻ ആക്കലുമില്ല, ഒന്നുമില്ല. എത്രയോ ജീവിക്കാൻ മാർഗമില്ലാണ്ട് അസുഖങ്ങളുണ്ട്, വീടില്ലാണ്ട് എത്രയോ വയസ്സായവർ ഭക്ഷണം പോലും ഇല്ലാണ്ട് കുട്ടികളൊക്കെ എടുക്കുന്നു. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നല്ലൊരു കാര്യമാണ്. ഈ വീഡിയോ ഒന്നും ആരും ഷെയർ ചെയ്യൂല, കാണൂല, എവിടേക്ക് എത്തൂല എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായം, നമ്മുടെ മനസ്സിൽ പറയാം. എല്ലാവരും അതെടുത്ത് വീഡിയോ ചെയ്യുന്നുള്ളപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നമുക്ക് കുറച്ച് സ്ഥലം ഫോൺ എടുക്കാൻ ഒന്നിനും നേരിട്ട് നമ്മൾ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പം രേണുസുതി അതൊക്കെ അതൊക്കെ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ആ ഒരു മോനൊരു അമ്മയാണ്. അവൾ പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ആരുമില്ല, അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, മറ്റാരും ഈ ലോകത്തുണ്ടായിട്ട് കാര്യമില്ല. അവർ അച്ഛനും അമ്മേനും തള്ളി പറയണ കാലഘട്ടം വരെ ആ മക്കൾക്ക് അച്ഛനും അമ്മയും വേണം. പിന്നെ അവർ ഒറ്റയ്ക്ക് ജീവിക്കാം, അവർക്ക് കൂടെ ആരുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഓക്കെ, അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാതും ചുരുക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഒരു അച്ഛനും അമ്മയ്ക്ക് ഒന്നും ചുരുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഏതാ ചുരുക്കുക? അപ്പോൾ എനിക്ക് 4 മക്കളുടെ ആരെയും ഞാൻ ചുരുക്കുന്നുണ്ട്, എനിക്കൊന്നും ചുരുക്കാൻ പറ്റില്ല. എനിക്ക് 4 ഒരേപോലെ. അതിൻ്റെ ഒപ്പം 4 ആൾ വരുന്നു, 4 ആൾക്ക് ഭാര്യയും ഭർത്താക്കന്മാരും വരുന്ന ഓരോ മക്കളും. ഇതൊന്നും എനിക്ക് ചുരുക്കാൻ പറ്റുന്ന കാര്യം. പക്ഷെ മക്കൾക്ക് ഒരു കാലഘട്ടം എല്ലാം ചുരുക്കി എല്ലാം ചെയ്യും. അതൊക്കെ ഒരു കാലഘട്ടങ്ങളിലേക്ക്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. രോഗികൾക്കോ ആ രേണുസുധീരെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ രേണുസുധീരെ അത്രയും സാമ്പത്തികം ഇല്ലാത്തവരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്ക് വല്ല സഹായം ചെയ്യുക, അവർക്കാണ് കാശിൻ്റെ ആവശ്യം. ജീവിച്ചിരിക്കുന്നവർക്കാണ് കാശിൻ്റെ ആവശ്യം. മരിച്ചവർക്ക് ഒരിക്കലും സ്മാരകത്തിൻ്റെ കാശിൻ്റെ ആവശ്യം. മരിച്ച ആൾ വേറെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഈ സ്മാരകം പോലും. ആ വ്യക്തിയൊന്നും ശരികുമാർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അനാവശ്യമായിട്ടൊരു ആർഭാടം കാണിക്കുന്ന ഒരാളല്ലോ. ഡ്രസ്സിങ്ങിലായാലും എന്തിലായാലും അങ്ങനെ ഒരു ആർഭാടമായിട്ട് വലിയ വണ്ടിയിൽ വന്ന് ഇറങ്ങി കണ്ടിട്ടുള്ള ഒരാളല്ല. ഒരിക്കലും ആ ഉള്ള ആത്മാവിന് പോലും അത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും വേണ്ട, അത്രയും ഇതിൻ്റെ ആവശ്യമില്ല. സെലിംകുമാറിന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും അതൊക്കെയാണ് പിന്നെ ഒരു ഉപകാരം ഉണ്ട്. അവരുടെ ഫാമിലിക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആവശ്യമില്ല, ഇല്ലെങ്കിൽ എത്രയോ ഇല്ലാത്ത ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ളവരുണ്ട്. അതായത് അത്രയും നമ്മള് ഓരോ ഇതിലും കാണാൻ അങ്ങനെ ഇത്രയും കിഡ്നി മാറ്റിക്കുക അതിന് ഇതിലൊക്കെ. ഇന്നാളിപ്പോ നമ്മൾ 2 ദിവസം മുന്നേ ഒരു കുട്ടീനാണ് കണ്ണൊക്കെ കിഡ്നി ലിവർ മാറ്റിയതാ, വീണ്ടും ആ കുട്ടി മഞ്ഞപ്പിത്തം വന്നിട്ട്. അപ്പൊ അങ്ങനത്തെ ഇതിലേക്ക് കുറച്ച് സഹായം ചെയ്യാന്നല്ലാണ്ട് ഈ വക കാര്യങ്ങളോട് നമ്മള് പാർട്ടി എന്തെന്നായാലും നമുക്ക് കണ്ട കാര്യം പറയും. അതിപ്പോ സലീംകുമാറിന്റെ വീട്ടുകാർ നമ്മളെ വെറുത്താലും സിനിമ ഫീൽഡ് നമ്മളെ വെറുത്താലും നമുക്ക് അതൊരു വിഷയമല്ല. നമ്മള് കാര്യങ്ങൾ പറയും. ഈ സിനിമ ഫീൽഡിൽ തന്നെ എത്രയോ ആൾക്കാർ ജീവിക്കാൻ മാർഗത്തിലാണ് മരുന്ന് മേടിക്കാൻ കാശിലടിക്കണില്ലേ. ഇതുപോലെ നമ്മൾ ഒരുപാട് ചെറുപ്പിച്ച ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ജീവിക്കാൻ പാടും. അങ്ങനത്തെവർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം, നല്ലൊരു കാര്യം. ഈ കാര്യം തീരുമാനിച്ച് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അഭിപ്രായം. പിൻവലിക്കല്ല, അത് നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ആ ഒരു കാശ് നല്ല കാര്യങ്ങൾ എത്രയോ നമ്മുടെ നാട്ടിൽ കിടക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. 1000, 10,000 അല്ല, അല്ലെങ്കിൽ 1 ലക്ഷം അല്ല, 1 കോടി രൂപ. അങ്ങനെ എത്രയോ ആൾക്കാരെ നമുക്ക് രക്ഷപ്പെടുത്താം ആ കാശുണ്ടെങ്കിൽ. 25 ലക്ഷം ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കുട്ടിയെ ഓരോരുത്തരും മജ്ജ മാറ്റി വയ്ക്കണ അങ്ങനെ എന്തോരം ആൾക്കാർ. പിന്നെ ഈ KSRTC ഫ്രീ കൊടുക്കണം, അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്താ വെച്ചാൽ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഫ്രീ കൊടുക്കുകയാണെങ്കിൽ അതും ഒരു നല്ല കാര്യമായിട്ട് വരും. ഇത് ഇപ്പൊ മറ്റുള്ള ബസ്സുകാരെ അവരെ ബസ് അല്ലെങ്കിൽ അത് നമ്മൾ പറയില്ലേ, ഇപ്പൊ നമ്മുടെ റേഷൻ കാർഡിലുണ്ടല്ലോ മുൻഗണന, ഓരോ കാർഡുകൾ വ്യത്യാസമില്ലേ, അങ്ങനത്തെവർക്കാണ് KSRTC ഒരു മുൻഗണന വെച്ചാൽ എനിക്ക് താല്പര്യം. അല്ലാണ്ട് ഇപ്പം കാശുമ കിടന്നിട്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു കാശിന് ടിക്കറ്റ് കാണാം, അതൊന്നും അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. ചെയ്യാൻ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക. കുറേ കുട്ടികളെ കൊന്നിട്ടും ഭർത്താവിനെ കൊന്നിട്ടും ഭാര്യനെ കൊന്നിട്ടുള്ളവരുണ്ട്, അവർക്കൊക്കെ തക്കതായി ശിക്ഷ കൊടുക്കുക. അതൊക്കെയാണ് വേണ്ടത്. അല്ലാണ്ട് ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യം. KSRTC ഇപ്പോൾ എനിക്കായാലും ആർക്കായാലും അതിനേക്കാളും എന്തൊക്കെ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ് കാറ്റഗറി നോക്കിയിട്ട് കൊടുത്തോട്ടെ. ഇപ്പോൾ നമുക്ക് റേഷൻ കടയിലുണ്ട് വെള്ള റേഷൻ കാർഡ്, മഞ്ഞ റേഷൻ കാർഡ്, റോസ് റേഷൻ കാർഡ്, നീല, ഇതൊക്കെ ഉണ്ട്. അത് കാറ്റഗറി ഓരോരുത്തർ. അങ്ങനെ ഒരു കാര്യമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ 6000, 7000 രൂപയ്ക്ക് ജോലിക്ക് അവർ ബസ്സിൽ ചാർജ് കൊടുത്ത് കിട്ടുമ്പോൾ ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇല്ലേ, ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഇതുണ്ടാവുമല്ലോ, എന്താ പറയുക, അതുപോലെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞ എല്ലാവരും ഇല്ലാത്തവരൊക്കെ
കുത്തിയേറ്റ് അതൊന്നും വലിയ കാര്യമില്ലാന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അഭിപ്രായങ്ങൾ ആർക്കും മാറി. ഇപ്പോൾ ഞാൻ ബസ്സിന് പോകുകയാണെങ്കിൽ പോലും ഇപ്പോൾ ബസ്സിനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇല്ലാത്തൊരു ജോലിക്ക് പോകുന്നവർക്കൊക്കെ അതൊരു ഉപകാരപ്രദമായിട്ട് കാര്യം തന്നെയാണ്. എല്ലാ സ്ത്രീകൾക്കും ഫ്രീ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. തിന്നിട്ട് എല്ല് മൂത്രം എത്ര ഉണ്ട് ഇപ്പോൾ അടി ഉണ്ടാക്കാൻ പോലും മുഖ്യമന്ത്രി ഒക്കെയാണ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അഭിപ്രായം കണ്ട കാര്യം പറഞ്ഞവർക്ക് വെള്ളമില്ല, കഞ്ഞില്ല, വെള്ളമില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഇപ്പോൾ കാര്യം പറഞ്ഞിട്ട് സമയം കളയണം വെച്ചിട്ടല്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ കുറേ ദിവസം 2 ദിവസമായി കണ്ടിട്ട് ഇങ്ങനെ മനസ്സിലൊരു ഇത് അനാവശ്യമല്ലേ എന്നിങ്ങനെ ഒരു തോന്നിയിട്ടാണ്. അതുകൊണ്ട് പറഞ്ഞിട്ടാണ് ഇനി കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പണിയെങ്കിൽ പണിയും. നമ്മളൊന്നും ആരുമല്ല. എന്താ വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം ഒരുപാട് പാവങ്ങളെ സഹായിക്കുക, നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുക. പിന്നെ ഇങ്ങനെ തെണ്ടിത്തന്നെ ചെയ്യണവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക. കാക്ക തോറാൻ വേണ്ടിട്ട് ഇങ്ങനെ കാശ് കൊടുക്കണ നേരം എവിടെയെങ്കിലും ഓരോ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഒരു ടോയ്ലറ്റാ എന്തെങ്കിലും സജ്ജീകരണം. ഇത് നമുക്ക് വഴിയാത്രയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്രോൾ പമ്പ് ആശ്രയിക്കുന്നു. അവിടെ ഒന്നും നമുക്ക് അത്രയും ഒരു വൃത്തിയായില്ല. അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാശ് ചിലവാക്കി അത്രയും നന്നാവും. അതാണ് നമ്മുടെ അഭിപ്രായം പറഞ്ഞു അത്ര. നിങ്ങൾ ഏറ്റെടുത്തോളെ, ഇടാൻ വേണ്ടി നിങ്ങൾ ഏറ്റെടുത്തോളെ. പൊങ്കാലല്ല, നമ്മുടെ ഒരു അഭിപ്രായമാണ്. പലർക്കും പല അഭിപ്രായമാണ്. എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞു മാത്രം. നമുക്കിപ്പോൾ അവരത്ര വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ ചെയ്യുന്ന ചിലപ്പോൾ പഠിപ്പിൻ്റെ കാര്യങ്ങളും നമുക്കതൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ചിന്തിച്ചുണ്ടാവുക, അറിയത്തില്ല. എന്തായാലും പണിയോട് നോക്കട്ടെ. ആകെ ഒരു ഞായറാഴ്ച. അപ്പോൾ എല്ലാ ജോലിക്കാരും പറഞ്ഞ പോലെ നമുക്കും പറയാറേ ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാ, വേഗം പണിയെടുക്കുക. ഇന്ന് നല്ലൊരു ഊണ് കഴിക്കും, ഒരു പൂതി. അപ്പം മുതല ഞങ്ങൾ വെച്ചു. മുതല പിന്നെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുഞ്ഞിന് നല്ല കയ്പ്പയ്ക്കുപ്പേരി വെച്ച് കൊടുക്കാം. കുഞ്ഞറിഞ്ഞിട്ടില്ല, ഗർഭിണിയല്ലേ. അപ്പം ഞാൻ ബീട്രൂട്ടൊക്കെ വെച്ചു. അപ്പം വേണ്ട, അവൾ കയ്പ്പയ്ക്കുപ്പേരി കൂട്ടി ചോറിനട്ടെ. അവൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കഴിച്ചിട്ടേ അവൾ വെയിറ്റ് കുറഞ്ഞ 45 കിലോ ഉള്ള ആൾ 41 കിലോനായി എന്നിട്ട് ഇപ്പോൾ വിഷമിച്ചിരിക്കണം കേട്ടോ. ആശാത്തിന് ഇതുവരെ കണ്ടിട്ടില്ല. ബാക്കിൽ വന്ന് പോയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു നേലാട്ടം കണ്ടിട്ടുണ്ട്. സ്മാരകത്തിന്റെ പിന്നിലായിരുന്നു. അങ്ങനെ നമ്മുടെ പണിയോട് കഴിഞ്ഞാലാ ചെയ്യാതാലാ. കയ്പ്പയ്ക്കുപ്പേരാണ്. കയ്പ് കൊടുക്കലും നാൾക്ക് കൊടുക്കല് നല്ല 2 മുട്ടയൊക്കെ ഇട്ട് ടേസ്റ്റ് കൊടുക്കലും കൊടുക്കലാണ് കേട്ടോ. ഞങ്ങൾക്ക് നല്ല മുതിരപ്പേരി ഉണ്ട്. ഇന്ന് മുതിരപ്പേര് കൂട്ടി പുട്ട് കഴിക്കണം, മുതിരപ്പേര് കൂട്ടി ചോറിടണം. ഇന്ന് മുതിരയുടെ ഒരു കളിയാണ്. സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്തേക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ മുതിര. എൻ്റെ ചേച്ചിക്ക് ഇഷ്ടം, ചേച്ചിക്ക് എൻ്റെ ചേച്ചിക്ക് ഇഷ്ടം മുതിര. അപ്പോൾ സ്കൂളുമ്പോൾ മൂപ്പരാണ് നമ്മോട് മുതിരപ്പേരൊക്കെ പറയും. ഞാൻ ദിവസം തല്ലുണ്ടാക്കി. അതൊക്കെ പറയണ്ടല്ലോ, തല്ലുണ്ടാക്കാൻ ഞാൻ ഫസ്റ്റ് ആണല്ലോ. കാരണം കിട്ടാൻ വേണ്ടി കാത്തിക്കൂലോ. വീട്ടിലെ തല്ലുള്ളി ഞാൻ തന്നെയായിരുന്നു. അല്ല, വീട്ടിലെ വാശിക്കാരും തല്ലുള്ളിയും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. പിടിവാശിക്കാരി ഒക്കെ ഞാൻ തന്നെയായിരുന്നു. അവിടെ എന്തൊക്കെ പിടിവാശികളുണ്ടെങ്കിലും സത്യത്തിന്റെ ഒരു ഇത് വിട്ടിട്ട് ഞാൻ ജീവിച്ചാലും അതുണ്ടോ ഇല്ലേ? വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാ അത് വിട്ടുള്ള പിടിവാശിയൊക്കെ വേണ്ടേ? നമ്മുടെ സത്യസന്ധമായ കാര്യത്തിന് എപ്പോഴും പിടിവാശിയുള്ളൂ. അതും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് നല്ല മുതിരപ്പേര് ഇഷ്ടമില്ലെങ്കിൽ വേറെ കറി വേണം. അമ്മ എന്ത് മുതിരപ്പേര് വെച്ചാൽ പറ്റുമോ? അത് സത്യമല്ലേ? എൻ്റെ അമ്മയാണ് മടിച്ചായിരുന്നു ചില രാവിലെ ഫുഡുണ്ടെങ്കിൽ ബ്രെഡും ചാപ്പൊക്കെ കൊണ്ടുപോയിരുന്നു ചില ദിവസങ്ങൾ. അത് ഇയാൾക്ക് ബ്രെഡും ചാമ്പ് ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഇത് ഇഷ്ടമില്ല. ഇയാളൊരമ്മ നാളെ ബ്രെഡും ചാമ്പ് മതി എന്നറിയും ചേച്ചി. അപ്പൊ അമ്മയ്ക്ക് 2 കുട്ടികളും അച്ഛന് 2 കുട്ടികളും. അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് 4 മക്കളാ. അപ്പൊ അച്ഛൻ്റെ പെറ്റ് 2, അമ്മയുടെ പെറ്റ് 2. അങ്ങനെയായിരുന്നു. മൂത്തതും 3ാമത്തതും അച്ഛൻ്റെ ആളാണ്, 2ാമത്തതും താഴെയുള്ളതും അമ്മയുടെ ആളാണ്. അങ്ങനെ ഒരു കാലഘട്ടം തിരിച്ച് കിട്ടാത്ത, ലൈഫിലൊരിക്കലും തിരിച്ച് കിട്ടാത്തൊരു കാലം. അതൊക്കെ ഭയങ്കര മെമ്മറിയാണ്. എന്താ വെച്ചാൽ കുട്ടിക്കാലത്ത് അമ്മ ആ കുഞ്ഞുമാർക്ക് ചോറ് തരും. ഒരു പാത്രത്തിൽ ചോറ്, നല്ലൊരു ഉപ്പേരി, നല്ലൊരു മീൻ വറുത്തത്, ഒരു കോപ്പയിലൊരു അയിലമണ്ടി ചാറും.
മതി, ഞാൻ ഹാപ്പി. അന്നത്തെ അയില പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ്, ഇന്നും അത്ര ടേസ്റ്റ് ഇല്ല കേട്ടാ. അയിലേക്കൊക്കെ എന്താ പറ്റിയത്? ആ മീൻ മരച്ച മീൻകറി, ഓ ശരാ, എന്റെ അമ്മ ഉണ്ടാക്കുന്ന കറികളെ ടേസ്റ്റ് ഉണ്ടല്ലോ. മടിച്ചത് ചെറിയ നേരത്തെ മടിച്ച അമ്മക്ക് പേടി അമ്മ കേക്ക്, അമ്മക്ക് മടി എന്താ വെച്ചാൽ അമ്മക്ക് കുറച്ച് ഗ്യാങ് ഉണ്ട്, അവരുടെ അടുത്ത് പോയി വർത്തകം പറഞ്ഞിരിക്കും. പക്ഷെ ഞാൻ വരുമ്പിക്കും സെറ്റാക്കും. കാര്യം ഇവരൊക്കെ ഭക്ഷണം കഴിച്ചാൽ നിന്നെ മേടിച്ചിട്ട് അമ്മ ഉണ്ടാക്കാം. പേടി വെച്ചാല് വന്നിട്ട് അടി ഉണ്ടാക്കും. അമ്മ ഞങ്ങൾ സ്കൂളിൽ പോയി തന്നോട് എന്താ ചെയ്ത്, മീൻകറി വെച്ച് വെച്ചിട്ട് അമ്മ പറയും ഇന്ന് മീൻകറി ഇല്ല, എനിക്ക് മീൻകറി വേണം. അപ്പൊ ഒരു അടി ഉണ്ടാക്കണ ഒരു അടി ഉണ്ട് ഞാൻ. അപ്പൊ പറഞ്ഞ ഒരു കല ചോറുണ്ടാക്കണം. ഞാൻ പറയും ഇത്ര പോകുന്ന പാത്രത്തിന് ചോറുണ്ടായിട്ട് വിശന്നിട്ട് ആ ചോറ് കല കഴുത്തിന് ഞാത്തിട്ട് കൊണ്ടുപോയി കേട്ടാ. നമ്മള് പിന്നെ അടി ഉണ്ടാക്കാനൊന്നുമില്ലേ നമ്മക്ക്. പിന്നെ അതായത് ഈ കൃഷിഭവനിലെ ഒരു സമയത്ത് ഈ വിത്തൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അച്ഛന് സ്ഥലം കുറച്ചുള്ള കാരണം കുറച്ചധികം വിത്ത് കിട്ടും. ആ വിത്ത് എന്താ പയറ്. അപ്പൊ പയറുകൊണ്ട് തന്നെ ഒരു ചാറുകറി, പയറുകൊണ്ട് തന്നെ ഒരു ഉപ്പേരി, അങ്ങനെ ഒരു 3 മാസമൊക്കെ അങ്ങനെ പോവും. അത്യാവശ്യം പയറൊക്കെ കിട്ടും. ഞങ്ങളോട് തന്നെയായിരുന്നു. ഞങ്ങളുടെ അമ്മ പറമ്പില് പയർ നടും. കൊറേ ആ ഫ്രണ്ട് റോഡ് സൈഡ് ഇട്ടിട്ട് നമ്മുടെ ആദ്യമായിട്ട് വീടില്ലേ അവിടെ വരയ്ക്ക് ആ പറമ്പിൽ ഫുള്ളും പയർ നടും. പൊട്ടിച്ചോടുന്ന സിറ്റ് ഔട്ട് എന്ന് പറയുന്ന കുന്നാര കിടക്കും. അപ്പൊ പയറിന്റെ മണി മാത്രം എടുത്ത് വറുത്തരച്ച് കറിവയ്ക്കും. പയർ അങ്ങനെയത് പയർ ഉപ്പേരി പയർ. പക്ഷെ ആ പയറിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുണ്ടോ. ഞാൻ ഇപ്പോഴും ആലോചിക്കട്ടെ, എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഈ കണ്ട ആൾക്കാർക്ക് വെച്ചുണ്ടാക്കി വളർത്തി തരാൻ ഇതിനൊക്കെ. എന്നാലും ആ നേരം കൊണ്ട് കുറെ ഇഞ്ചി നടുക, കുറച്ച് മഞ്ഞൾ നടുക, അങ്ങനത്തെ കുറെ എന്റർടൈൻമെന്റ്. ഫോണില്ല, ടി വിയിലൊന്നും. ഇപ്പൊ നമ്മൾ ഇത് കഴിയുമ്പോൾ അടുത്ത് പോയിട്ട് നമുക്ക് ഫോൺ കാണണം, അതിന്റെ നമുക്ക് ടി വി കാണണം, അതിന്റെ മക്കള് വീഴും. അന്നത്തെ മക്കളങ്ങനെ അയച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ തിരിക്കുമ്പോ ആ ചാലിലോട്ട് ഇരുത്തമ്മ, എന്നിട്ട് അമ്മ തിരിക്കും. കഴിഞ്ഞ നോപ്പ് ചാലിൽ ഇരുന്നിട്ട് ചീനമുളകൊക്കെ ഇങ്ങനെ തിരുമ്പി എല്ലായിടത്തും അങ്ങോട്ട് തേങ്ങ അങ്ങോട്ട് വെക്കും. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് പഴുത്ത ചീനമുളകൊക്കെ എടുത്ത് ഇങ്ങനെ തിരിക്കും. ഞങ്ങളായിട്ട് എൻ്റെ ഒരു മേമയുടെ വീട് കുറ്റീശിക്ക് പോയപ്പോൾ വയസ്സുണ്ട്, കുറേ വയസ്സുണ്ട്. അപ്പം മേമ കുറേ വർഷം കണ്ടിട്ട്. അപ്പം മേമോട് വെച്ചത് ആരും മനസ്സിലായി. അപ്പം ഇല്ല ഞാൻ അന്വാണ്, നീ കറുത്തിട്ടല്ലായിരുന്നു, നീ ഇപ്പൊ എങ്ങനെ എടുത്തെന്ന് വെച്ച്. അപ്പൊ ഈ മേമ വെളുത്ത് സുന്ദരിയായിട്ടിരിക്കണമായിരിക്കും തോന്നണ്ടേ. ഞാൻ കറുത്തു മേമ്പത്തെ വെളുത്തുണ്ട്. മേമക്ക് കണ്ണ് കാണാത്തരുണ്ട്. പക്ഷെ അങ്ങനെ കുറെ നല്ല നല്ല കാലഘട്ടങ്ങൾ എല്ലാവരുടെ ലൈഫിലും. ഇതൊക്കെ തന്നെയാണ് ഇപ്പം ആ മേമ പറഞ്ഞൊരു വാക്ക് നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ആലോചിച്ച് ചിരിക്കും. അതൊക്കെ ഒരു രസം. അത് നമ്മൾ ഒരിക്കലും അതൊരു വിഷമത്തിലോ അല്ലേ. മേമയ്ക്ക് ഞാൻ അന്ന് ഒരേ കറുപ്പന്നെ മേമ. ഞാൻ എവിടേക്കും കറക്കാനും വരക്കാനും പോയി. അങ്ങനെ നല്ല നല്ല കാലഘട്ടങ്ങൾ കഴിഞ്ഞു. നല്ല തിരിച്ച് കിട്ടാത്ത കാലഘട്ടം. നമുക്ക് ഇപ്പൊ അച്ഛനും അമ്മയോ വീടോ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയില്ല അതിന്റെ വാല്യൂ എത്രത്തോളം. പക്ഷെ ഇതില്ലാണ്ടാവുമ്പോ എനിക്ക് ഇന്ന് അറിയാം. എത്ര തലമുറ പോയാലും നമുക്ക് എവിടെയൊക്കെ പോയാലും നമ്മുടെ വീട്ടിലേക്ക് പോണ ഒരു സുഖം ഉണ്ടല്ലോ. ആ ഒരു വീട്ടിൽ വന്നിട്ട് കിട്ടുന്ന ചമ്മന്തിയോ കഞ്ഞിയോ ചോറ് കഴിക്കുമ്പോൾ വീട്ടിനൊരു സമൃദ്ധി. ഇവിടെ എൻ്റെ വീട്ടില് എത്രയോ വിഭവങ്ങളും ഭക്ഷണങ്ങളും ഉണ്ടെങ്കിലും എൻ്റെ വീടിന്റെ മുറ്റത്ത് ഭാഗത്ത് ഓടി പോവാടക്കള എനിക്ക്. അപ്പൊ എന്നോട് പട്ടിണിക്ക് ഓടുന്നോടാണ്. ആ പട്ടിണിയല്ല, ആ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ചോറ് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് എടുത്ത് കഴിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അത് നമുക്ക് ഇത് അങ്ങേറ്റം പോയാലും നമുക്ക് കിട്ടും. അത് നമുക്കൊന്ന് നമ്മൾ മാറ്റാവുന്നത് പോയി കിടക്കുന്നവർക്കാണ് കൂടുതലത്. നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫീലിങ്സ് അല്ല. നമ്മൾ മാറ്റാവുന്നത് അമ്മ ഏട്ടൻ എഴുതി അച്ഛൻ എല്ലാവരും കിടക്കുന്നതിൻ്റെ ഇടയിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഭക്ഷണം എടുത്താൽ അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് നമുക്ക് വീട്. ചിലപ്പോൾ ഇത്ര വിഭവങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കറിയോ ഞങ്ങളുടെ വീട്ടിലൊക്കെ വയ്ക്കാം. പണ്ട് എൻ്റെ കുട്ടികൾക്കൊക്കെ അമ്മ ഒരു ഉപ്പേരി, ഒരു മീൻകറി, ഒരു മീൻ വറുത്തത്, അതെന്താ അച്ചാർ, നാരങ്ങച്ചാർ അമ്മ ഉണ്ടാക്കി നല്ല അടിപൊളി നാരങ്ങച്ചാർ മാങ്ങച്ചാറൊക്കെ ഉണ്ട്. പിന്നെ 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 ഒരു കറി, ഒരു ഉപ്പേരി അങ്ങനെയൊക്കെ ഇനി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് 2 നേരത്തേക്ക് അങ്ങനെ കഴിക്കുക അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്താ കാലം തിരിച്ച് കിട്ടാത്ത കാലം. അച്ഛനെ തിരിച്ച് കിട്ടില്ല, അമ്മയെ തിരിച്ച് കിട്ടില്ല, കൂടപ്പപ്പോളെ തിരിച്ച് കിട്ടില്ല, ആ വീട് തിരിച്ച് കിട്ടില്ല. ആ വീട് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നും. നമ്മൾ ആ ഒരു വീട് ഒരു നേരം നമുക്ക് ആ വീട്ടിൽ നമ്മൾ ഓർമ്മ വെച്ചിട്ട് നമ്മൾ നടന്നിരുന്ന വീട് നമുക്ക് നന്യത ആരുടെ കൈകളിലാണ്. ഞാൻ പറയും എന്തെങ്കിലും ലോട്ടറി അടിച്ചാൽ എൻ്റെ വീട് തിരിച്ച് മേടിക്കണം.
അതാണ് ആഗ്രഹം. അത് തിരിച്ചു വരില്ല. ആ വീട് ഇന്നും എൻ്റെ മെമ്മറിയിലുണ്ട്. അവരെന്തൊക്കെയോ വീട് മാറ്റിയിട്ട് ആ പഴയ ലെവലിലേക്ക് തന്നെ ആക്കി ആ വീട് കൊണ്ടുവരും. ടൈലൊന്നും ഇടാൻ പാടില്ല, നല്ല കറുപ്പ് ചാന്ത്. അതാണ് എൻ്റെ വീട്. എന്താ അതിനായിട്ട് മറക്കാൻ പറ്റും ആ റൂം. ലൈറ്റ് കളറുള്ള ആ ബൾബിന്റെ മഞ്ഞ നിറം. ഈ കുട്ടീനെ എങ്ങനെ ഫസ്റ്റ് നൈറ്റിലേക്ക് കൊണ്ടുപോട്ടല്ലോ. നമ്മുടെ റൂം മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല, ഒരിക്കലും മറക്കില്ല. നമ്മൾ ഒരുപാട് നല്ല 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 നിമിഷങ്ങൾ ഉണ്ടായിരുന്ന വീടാണ്. എന്തെങ്കിലും ലോട്ടറി എടുത്ത് കോരിശിലായിട്ട് വേണമെങ്കിൽ എൻ്റെ വീട് തിരിച്ചു മേടിക്കാം. തിരിച്ചു മേടിച്ചിട്ട് അത് നല്ല ഭംഗിയിൽ വൃത്തിയാക്കും. എന്നിട്ട് ശനി ഞായർ കിട്ടുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് സ്ക്രൂട്ടൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോകും. എൻ്റെ വീട്ടിലേക്ക് മാമൻ്റെ വീട്ടിൽ പോകും. അച്ഛൻ്റെ വീട് എഴുതിയേക്കുമ്പോൾ അങ്ങനെ അച്ഛൻ്റെ വീട് എഴുതിയേക്കും. ഓക്കെ, ആഗ്രഹം എല്ലാവർക്കും കൂടിയിട്ടാണ് മേടിക്കുക. എല്ലാവർക്കും കൂടിയിട്ടെന്ന് പറയുമ്പോൾ ആ വീട്ടിൽ വളർന്ന് 4 മക്കളാണ്. എല്ലാവർക്കും വന്നു പോകാനുള്ള അധികാരത്തോടുകൂടി മേടിക്കാൻ വീട്. കേട്ടാ, വീട് കൂട്ടുന്നതല്ല. എല്ലാവരും ഒരുമിച്ചില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ എല്ലാവർക്കും വന്നു പോകാൻ നമ്മുടെ വരടെയും കാവടി, വരടത്തെ പെരുന്നാൾ, അതൊന്നും മിസ് ചെയ്യാണ്ടിരിക്കുക. ആഗ്രഹിക്കാലോ അല്ലേ? ആഗ്രഹിക്കാം, എത്രയോളം വേണമെങ്കിൽ ആഗ്രഹിക്കാം. ശരിക്കും ഞാൻ എൻ്റെ മനസ്സ് നോക്കുന്ന ആഗ്രഹങ്ങളാത്തതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ആഗ്രഹിക്കുന്ന കാരണം നടക്കില്ലേ, അതോ വേറെ കാര്യം. നടന്നേൽപ്പിക്കുമ്പോൾ ഉണ്ടാവില്ലേ, അത് വേറൊരു കാര്യം. എന്നാൽ എന്തൊക്കെ നമ്മൾ അതിന് ചെയ്താലും തിരിച്ച് കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മീൻകറി കൊടുക്കുന്നതിന് അമ്മ കൊടുക്കുന്നതിന് ഒരു കൂട്ടാൻ പാത്രം ഉണ്ടെങ്കിൽ ചെത്തായിട്ടുള്ള കൂട്ടാൻ പാത്രം. ആ കുഞ്ഞുമാരൻ ഗ്രില്ലിട്ടല്ലോ, മലയുടെ വരുമ്പോൾ ഗ്രില്ലിട്ടുണ്ട്. പണ്ട് ഗ്രില്ലല്ലേ, ഞങ്ങൾ ആ കുഞ്ഞുമാരത്ത് കാല് മുറ്റത്തേക്ക് പുറത്തേക്ക് ഇട്ടിരുന്ന് അവിടെ ചോർത്തിട്ടപ്പാ. ആ തൊട്ടച്ചങ്ങനെ ക്ലീൻ ആക്കിയിട്ട വീടായിരുന്നു. കാലത്തിന് എൻ്റെ അമ്മ വീട് അടിപൊളിയായിട്ട് നോക്കിയത്, പറഞ്ഞ് ചീപ്പിച്ചത് പണിക്കാരോട്. അന്ന് പണിക്കാളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ പണിക്കാറുണ്ടായിരുന്നു. രാജി, അങ്ങനെ ഓർമ്മയിൽ ആദ്യം വന്നത് രാജ്യം. പിന്നെ പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആക്കി വിടുപ്പിച്ച് എന്നോടെ ചേച്ചി, അതിനോടല്ല, അതിനോട് തുടയ്ക്കാൻ പറ. കട്ടിനടി വൃത്തിയാക്കി തുടച്ചിരിക്കും. 4 പ്രാവശ്യം തുടപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കണം. അതങ്ങനെ പാല് പോയിട്ട് താഴത്ത് പാലുണ്ടായിട്ട് നക്കി പിടിപ്പിച്ച് എന്നോട് എൻ്റെ ചേച്ചി. അതൊക്കെ പീഡനം എന്ത് ചെയ്യാം? അതൊക്കെ പീഡനമല്ല, അതൊക്കെ ഒരു കാലഘട്ടം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബീഫും ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് 2 ചിക്കനും മേടിച്ചു വിട്ടു. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉണ്ണിയോൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇരുന്ന് കഴിക്കാനോ പിടിക്കാനോ ഒന്നിനും നേരില്ല. ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. നേരത്തിനൊരു ഭക്ഷണം കഴിക്കാനോ ഒന്നിനും പറ്റുന്നില്ല കേട്ടോ. അച്ഛനാണെങ്കിൽ ബീഫ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു 1/2 കിലോ ബീഫാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛന് വെച്ചിട്ട് പിന്നെ ഉണ്ണിയോൾക്ക് ചിക്കൻ എന്തെങ്കിലും ചെയ്യാം, വറുക്കുക എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അവർ കൊണ്ടുവന്നപ്പോൾ 2.5 കിലോ ചിക്കൻ, 1 കിലോ ബീഫ് പോയി. അപ്പം ഞാൻ പറഞ്ഞു ചിക്കൻ കഴുകി 3 പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേറ്റി. ഇപ്പോൾ ഉണ്ണിയോൾക്ക് സ്കൂളിലെ ദിവസം ഉണ്ണിയോൾക്ക് അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് വിസിലടിച്ച് വെച്ചിട്ടുണ്ട്. അത് മറന്നു പോയിട്ട് വിസിലടിച്ച് ഇറക്കി വെച്ചിരുന്നു. അപ്പോൾ അത് വേഗം ഊറ്റാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ എന്നും കുറച്ച് കഞ്ഞി എടുത്ത് വയ്ക്കും. ഗർഭിണിക്കോ ഗർഭമില്ലാത്തൊരു ആരെങ്കിലും കുടിക്കാൻ ഇച്ചിരി മഴക്കാലമൊക്കെ ആകുമ്പോഴേ തരി കഞ്ഞി കുടിക്കാൻ തോന്നിയാലോ വെച്ചിട്ട് ഒരു തരി കഞ്ഞി ഞാൻ മാറ്റി വയ്ക്കട്ടെ. ഇവിടെ കുടിക്കുമ്പോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി. അതിനിങ്ങനെ ഒഴുപോലെ കഞ്ഞി ഞാൻ പിന്നെ അധികം കൊടുക്കണില്ല. എന്താ വെച്ചാൽ കുടിക്കുമ്പോൾ ചെറുതായിട്ട് തടി വെച്ചിട്ട് വരുന്നുണ്ടേ. അപ്പോൾ വയറും കാര്യങ്ങളൊക്കെ ആയ ഉണ്ണിക്ക് ഡ്രസ്സുകളൊന്നും ഇടുമ്പോൾ അത്ര ഭംഗി വരില്ല വെച്ചിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ കണ്ണടയ്ക്കും. അവൾക്ക് അങ്ങനെ എത്ര ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ആ കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് ഫുള്ള് കുടിക്കും. അല്ലേ? മൂപ്പർക്ക് ഇഷ്ടമാണ്. ഒരു തരി നാരങ്ങച്ചാറ് കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് കുടിക്കും. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു നേരത്തിനേക്കാൾ മുന്നേ ഞാൻ ഈ ബീഫ് കൂടി വെക്കാന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പുട്ടിലേക്ക് മീൻകറിയും മുതിരയും പപ്പടമൊക്കെ ഉണ്ട്. അച്ഛന് അതൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പം ബീഫ് ആയി കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം നന്നാക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ നേരത്തിന്. സത്യം പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ കാണുന്ന സ്പീഡ് അതേപോലെ തന്നെയായിരുന്നല്ലോ അന്നത്തെ ദിവസം സ്പീഡ്. അങ്ങനെ നമ്മൾ ബീഫൊക്കെ നന്നാക്കി അവർ നന്നാക്കി തരും. പക്ഷെ വലിയ കഷ്ണം ഞങ്ങൾക്ക് ഇഷ്ടമില്ല, ചെറിയ കഷ്ണമായിരിക്കും. അതാണ്. അതൊക്കെ നന്നാക്കിയതിന് ശേഷം ഞാൻ ചീഞ്ചട്ടിയിൽ മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എണ്ണയില്ലാണ്ട് ചെറിയ തീയിൽ വറുത്തിട്ടു. അത് ഇട്ട് കൊടുത്തു. അതിലേക്ക് കറിവേപ്പില ഇട്ടു, സബോള ഇട്ടു, കുറച്ച്
കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. സുറുക്ക, തക്കാളി ഇടുന്നില്ല, സുറുക്ക ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. എല്ലാം ഇട്ടു. ഇപ്പം ഏകദേശമൊക്കെ ഇട്ടു. ഇനി നമുക്ക് വെളുത്തുള്ളി നന്നായിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട്. ആ വെളുത്തുള്ളി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളിയുടെ നടു പൊളിച്ചിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇനിയുള്ളത് ഇഞ്ചിയാണ്. ഈ നമ്മൾ ബീഫ് വരട്ടുമ്പോഴേ ഇതൊന്ന് ചതച്ചിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിടുക. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ ഈ ബീഫ് വരട്ടുന്നതിനൊപ്പം ഇതും കൂടെ വറുത്ത് റോസ്റ്റ് ആയി വന്ന് അറിയില്ല, ഇഞ്ചിയുടെ ടേസ്റ്റ് മാറും. ഇന്ന് ഞാൻ ഇന്ന് ഇനി ഒരു ദിവസം ബീഫ് ചുക്ക ഉണ്ടാക്കി തരാട്ടോ. ആഹാ, കപ്പലണ്ടി വണ്ടിയുടെ വലിപ്പത്തിൽ ബീഫ് അത് അരിഞ്ഞ് തന്നെയാണ് ചുക്ക. ഇത് കഷ്ണം ചെറുതാക്കി വേണ്ട. ഉണ്ടാക്കിയാൽ വേറെ ടേസ്റ്റ്. ഒക്കെ ഇരുന്ന് നന്നാക്കും ഒക്കെ അതല്ല ചെയ്യിനി. അങ്ങനെ നമ്മുടെ ബീഫ് ഒരു 5-6 വിസിലടിച്ചതിന് ശേഷം ഉരുളി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ടു. ഒന്ന് മൂത്ത് വരുമ്പോൾ ആ ബീഫ് ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് വറ്റിച്ച് വരികെടുത്ത വന്ന രൂപമാണ് ഈ കാണുന്നത്. എന്ത് ടേസ്റ്റ് എന്നാ പറയുക. ഒരു അടാറ് സാധനം. ഒരു ഒരു രക്ഷയില്ല. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ചൂടോടെ ഉരുളിന്ന് എനിക്ക് ബീഫ് വേണ്ടാന്ന് പറഞ്ഞായിരുന്നല്ലേ ഇന്നലെ. ആർക്കും ഞാനത് ബീഫ് ഞാൻ ആ കഴിക്കും. ബീഫ് അത്ര കഴിക്കില്ല. 1-2 പീസ് എനിക്ക് മതി. പക്ഷെ ഇന്നലെ ഞാൻ ഒരേ പീസ് കഴിക്കുമ്പോ അച്ചുവിന്റെ കാല് കഷ്ടകാലത്തിനല്ല. അച്ചു പറഞ്ഞ എന്താ അച്ഛൻ്റെ ടോൺസിലസ് പഴുത്ത് പനിച്ചിരിക്കട്ടെ. അപ്പം ഇന്നലെ രാത്രി കാഷ്വാലിറ്റി കൊണ്ട് രാവിലെ കൊണ്ടുപോയി. ഇന്നലെ രാത്രി 12 മണി 1 മണിയായിട്ട് നല്ല പനിയായിരുന്നു കേട്ടോ. എന്നിട്ട് കാഷ്വാലിറ്റി കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ടാണ് കൊടുത്തത്. അച്ചു പറഞ്ഞിക്ക് തൊണ്ടവേദന ഇല്ലെങ്കിൽ ആ ഉരുളിയിൽ ഫുൾ ബീഫ് ഞാൻ കാലിയാക്കിയതായിരുന്നു. എന്നിട്ട് നമ്മളോട് ബീഫ് വെച്ച് അച്ചുവാണ് തിന്നുക. അച്ചുവിനാണ് ഇഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കും ചിക്കനോടാണ് ഇഷ്ടം. ഇന്നലത്തെ ബീഫ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ദേ ഒരു പുട്ടും മിച്ചറും. ഇന്ന് മീൻകറി ഉണ്ട്. അല്ലെങ്കിൽ മീൻകറി കൂട്ടി തിന്നുന്ന ആളാട്ടാ. ഇന്ന് എനിക്ക് എന്തോ മിച്ചർ കൂട്ടി തിന്നാൻ തോന്നി. അങ്ങനെ മിച്ചർ കൂട്ടിയിട്ടൊക്കെ പുട്ട് നിന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അതിനായിട്ട് അവിടെ കാര്യങ്ങൾ ചേട്ടാ. അപ്പോൾ കുറച്ച് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതി വെക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകാൻ പാടില്ലല്ലോ ഓർഡറുകൾ. അപ്പോൾ അതൊക്കെ എഴുതി വെച്ചതിന് ശേഷം വന്ന് ഇവിടെ സീരിയൽ. ഈ ഒരു സീരിയലാണ് ഞാൻ കാണുക കേട്ടോ. അത് പൊന്നുമാണ് കാണിച്ചു തന്നത്. അങ്ങനെ ഇത് മുടങ്ങാണ്ട് കാണും. മഴ തോരും മുൻപ് അല്ലേ. ഇതിലെല്ലാവരും അടിപൊളിയാണ്. ഈ ഒരു സീരിയൽ എനിക്ക് ഇഷ്ടാട്ടോ. ഏത് ചാനലെന്ന് അറിയില്ല. ഞാൻ ഇതിലാവും, ഏഷ്യാനെറ്റിലാവും, ഹോട്ട്സ്റ്റാറിലാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നത്തോലി മസാല പരറ്റി വെച്ചത് വറുത്തു. ഇനി കുഞ്ഞിനുള്ള കയ്പ്പയ്ക്ക ട്ടോ. കയ്പ്പയ്ക്ക കഴിക്കാത്ത ഏത് കുട്ടികളും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. ഒരു കയ്പ്പയ്ക്ക ഫുള്ളും ഉള്ളൊക്കെ ക്ലീനാക്കി കഴുകി ചോപ്പറിൽ വലിച്ചു വെച്ചിട്ടുണ്ട്. കുനുകുനാന്നുള്ള കഷ്ണത്തിൽ ഒരു സബോള അല്ലെങ്കിൽ ഒരു 5-8 ചുവന്നുള്ളി ഏതെങ്കിലും ഒന്ന് മതി, ചതച്ചിടുക ചുവന്നുള്ളി. സബോള ഞാൻ കുഞ്ഞിതാക്കി അരിഞ്ഞിട്ടിടുക കേട്ടോ. ഇനി അതങ്ങോട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുത്തിയ മുളക്, നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള കുത്തിയ മുളക്. ഞാൻ കയ്പ്പയ്ക്ക ചോപ്പറിൽ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ 2 പച്ചമുളക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ടാണ് ചോപ്പറിൽ വലിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ എടുത്തോളം കുത്തിയ മുളക്. മുളകും പൊടിയുടെ ടേസ്റ്റും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണത്തോളം മുളകും പൊടി ഇട്ട് കൊടുത്തു. ഇത് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ നന്നാക്കി വെച്ച കയ്പ്പയ്ക്കയും പച്ചമുളകും നാളികേരവും കറിവേപ്പിലയും അത് കൂടിയിട്ടൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് തട്ടിയിട്ടാണ് ഉപ്പും കൂടിയിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കയ്പ്പയ്ക്ക അരിഞ്ഞിട്ട് അല്ലെങ്കിൽ പച്ചമുളകും കയ്പ്പയ്ക്കും നാളികേരം കറിവേപ്പില ഉപ്പ് അതുകൂടി പരട്ടി വെച്ചതാണ്. അത് തട്ടി കൊടുത്തു. വെന്ത് ഈ രൂപമാകുമ്പോൾ 3 കോഴിമുട്ട, ഒരു കയ്പ്പയ്ക്കയ്ക്ക് 3 കോഴിമുട്ട തട്ടി ഉടച്ചു. ഇനി ഇത് നന്നായി അങ്ങോട്ട് ചിക്കി എടുക്കുക, കൊത്തി പൊരിച്ചെടുക്കുക. അപ്പം നമ്മുടെ കയ്പ്പയ്ക്ക ഉപ്പേരി ഈ കഴിക്കാത്ത ഏത് കുട്ടികളും കഴിച്ചു പോകും. ഇതിലൊരു തരി കയ്പ്പ് പോലും നമുക്കറിയില്ല കേട്ടോ. അത്രയും ടേസ്റ്റ്. എങ്ങനെയുണ്ട് കയ്പ്പയ്ക്ക ഉപ്പേരി? ഇവിടെ കഴിച്ചവരോട് സൂപ്പർ കയ്പ്പയ്ക്ക ഉപ്പേരി കേട്ടോ. ഞങ്ങളുടെ വീട്ടിലാണ് കയ്ക്കണ ഉപ്പേരി ഒന്നും ആരും തിന്നില്ല കേട്ടോ. ഇതൊക്കെ കുഞ്ഞിനൊക്കെ കഴിക്കണമെങ്കിൽ ഇത് കയ്പ്പില്ലാത്തതുകൊണ്ടാണ്. അച്ചു കയ്പ്പയ്ക്ക ഉപ്പേരി കഴിക്കില്ല എന്നാ പറഞ്ഞു. പക്ഷെ അച്ചും കഴിച്ചോട്ടെ ഈ കയ്പ്പയ്ക്ക ഉപ്പേരി. അച്ചു പറഞ്ഞു കയ്പ്പയ്ക്കയുടെ ടേസ്റ്റ് അറിയണില്ല. എന്നാൽ ഒരു വലിയ കയ്പ്പയ്ക്ക ഈ ഉപ്പേരിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല കരിയും പച്ച കയ്പ്പയ്ക്ക എടുക്കാറില്ല. ഒരു ഇളം പച്ച കയ്പ്പയ്ക്കയാണ് ഞാൻ എടുക്കാറ്. കരിയും പച്ചയാകുമ്പോഴേ നാടനാകുമ്പോൾ ഭയങ്കര സ്മെല്ലും കയ്പ്പും കൂടുതലാണ്. അങ്ങനെ അതൊക്കെ ആയതിന് ശേഷം അതൊരു പാത്രത്തിലാക്കി വെച്ചു വിട്ടു. അങ്ങനെ നമ്മുടെ ഷോപ്പിലെ കളക്ഷനിൽ വന്ന മൽമൽ കോട്ടൺ ഇതിപ്പോൾ ഒരുപാട് നമ്മുടെ ഇപ്പം ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാരിയാണ് അല്ലേ. ഇത് ഭയങ്കര
അടിപൊളി കോട്ടൺ. ഒരു ടിഷ്യൂ പേപ്പറിന്റെ വെയിറ്റ് ഒരു ടിഷ്യൂ പേപ്പറിന് ഞാൻ ഇട്ടാ നേരിലടിക്കൂല. അങ്ങനെ നേരിലടിക്കണോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, സാരി ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ അമ്പയ്ക്ക് സത്യം പറഞ്ഞു എനിക്ക് സെറ്റ് മുണ്ട് ഉടുക്കാൻ മടിയാണ്, സെറ്റ് സാരി ഉടുക്കാനും മടിയാണ്. എന്ന് വെച്ചാൽ സെറ്റ് സാരി കൊണ്ട് ഉടുത്തു കഴിഞ്ഞാലേ നമുക്കത് ഒതുങ്ങി കിടക്കില്ല. എത്ര എന്തൊക്കെയാണെങ്കിലും സെറ്റ് സാരി ഒരു തടി തോന്നിക്കും. നമ്മുടെ ഈ തടിയുള്ളവർക്ക് എപ്പോഴും സെറ്റ് സാരി സെറ്റ് മുണ്ട് അത്രയ്ക്ക് അങ്ങനെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇതുണ്ടല്ലോ, എങ്ങനെയുണ്ട്? സൂപ്പറാണ്, സുന്ദരിയാ. അപ്പൊ ഇതിന്റെ കഥ മെൽമൽ കോട്ടൺ സാരീസ് ആണ് ഇരിക്കുന്നത്. ഇതിന്റെ പല കളറുകളും ഉണ്ട്. കണ്ട മോഡലുകൾ കുറച്ച് കാണിച്ചത്. അത് മെൽമൽ കോട്ടന്റെ ടിഷ്യൂ ആണ് കേട്ടോ. പക്ഷെ നമുക്ക് നല്ല കരിയും പച്ച ബ്ലൗസൊക്കെ ഇട്ട് കൊടുക്കാൻ അടിപൊളിയാണ്. ഞാൻ പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഭംഗിയുണ്ടെങ്കിൽ അത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പറയുന്നത് ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അമ്പലത്തേക്ക് പോകാണ്ടല്ലോ, സൂപ്പർ. അമ്പലത്തേക്ക് മാത്രമല്ല, നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി. നമുക്കിതിന് ഏത് ബ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യണം. എത്ര കളറുകളൊക്കെ. അപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഈ ഒരു കളർ ബ്ലൗസ് ഇല്ലാണ്ടിരിക്കില്ല. ഈ കറുപ്പ് സത്യം, ഈ റെഡ് കണ്ടോ, ഈ റെഡ് കണ്ടോ, ഈ റെഡ് ഞാൻ ഒന്ന് വെച്ച് കാണിച്ചു തരാട്ടെ. ഈ ഒരു സാരിയുടെ ഒപ്പം ഈ ഒരു ബ്ലൗസിന്റെ ഒപ്പം സാരി ഇല്ല. നോക്കിയേ, അമ്പാ നോക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ. നോക്കിയേ. പക്ഷെ ഇതൊക്കെ എനിക്ക് ചോദിക്കാൻ പറ്റും, നമ്മളിപ്പോൾ ബിസിനസ് അല്ല. അപ്പം എനിക്ക് എൻ്റെ ഒരു മെൽമൽ കൊണ്ട സാരി ഇല്ല. അതുകൊണ്ട് ഞാൻ എന്നോട് വന്ന് ഒരു സാരിക്ക് തരുവാനായിട്ട് പക്ഷെ അങ്ങനെ തന്നാട്ടാ. അടിപൊളിയാണ്. ഇത് ലാസ്റ്റ് മടക്കാം. ഇനി ഏതാ, എനിക്ക് ഇത് ഇഷ്ടാട്ടാ. ഇതിൻ്റെ ഒരു റോയൽ ബ്ലൂ ഉണ്ടല്ലോ, റോയൽ ബ്ലൂ ബ്ലാക്ക്. പിന്നെ നമുക്ക് ബ്ലാക്ക് എടുത്താൽ മതിയായിരുന്നു. തരൂ, സത്യം തരില്ല. തരൂ. അമ്മീ ബ്ലാക്ക് നോക്കിയേ, എന്ത് രസാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. നോക്കിയേ അമ്മീ, ഇതൊക്കെ മുട്ടൊക്കെ എടുത്തൊക്കെ വേണ്ട, കൊണ്ടൊക്കെ മേടിച്ച് കൊണ്ടൊക്കെ. ഞാൻ കച്ചവടക്കാര് മാത്രം ഇപ്പോ, എനിക്കിതൊന്നും തരില്ല ആരും. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി. നമ്മളെ ഒരു സാരി കണ്ടിട്ട് നമ്മൾ വിലയിരുത്തരുത് കേട്ടാ. നമ്മളത് നമുക്ക് ഉടുത്ത് വെക്കാൻ അതിന്റെ ഭംഗി. സത്യം ഈ സാരി ഇത്ര ദിവസം ഇവിടെ ഇരിക്കുമ്പോ അതിന്റെ ഭംഗി അറിഞ്ഞതിലുണ്ടാ, സത്യം പറയേ. അത് ഉടുത്തപ്പോഴുള്ള അതിന്റെ ഭംഗിയുണ്ടല്ലോ. വീഡിയോ എടുക്കാണ്ട് എടുത്തോടെ വെച്ചോ, ഷോർട്സ് എടുക്കാൻ. സത്യം ഈ ഇതിന്റെ ഏറ്റവും ഭംഗി ഉണ്ടല്ലോ, കണ്ടൊക്കെ എടുക്കണ കുഞ്ചെല്ലാം നോക്കിയേ. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഓർണമെന്റ്സിലെ ഒരു മാലയാണ് കേട്ടോ. നോക്കി, നമുക്ക് ഓണമൊക്കെ ആയിട്ട് ഒരുപാട് ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് സിമ്പിളായിട്ട് കുഞ്ഞൊരു ജിമിക്ക് കുഞ്ഞൊരു പാരക്കയുടെ ലോക്കറ്റുള്ള മാല. നോക്കി എന്ത് രസാ. വേറെ ഒന്നും വേണ്ട. ഞാൻ പ്രത്യേകിച്ച് കണ്ടോ, എൻ്റെ ദേഹത്ത് ഒരുപാട് സ്വർണ്ണമൊന്നുമില്ല. ആകെ കിടക്കുന്നത് ഒരു 1-2 ഗ്രാമിനെ ചെയ്യും. പിന്നെ നമ്മുടെ മൂകാംബിക അമ്മയുടെ കുറച്ച് കുപ്പികളാണ് എടുക്കുന്നുണ്ട്, കുറച്ചൊരു 4 പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ ഒരു വാച്ച്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊരു മോതിരം തന്നെയാണ്, ഏതോ ഒരു കാലഘട്ടത്തിൻ്റെ മോതിരം നിന്ന് അലമാരി നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പം എടുത്ത് കൈവിട്ടു. അപ്പം അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇപ്പം നമ്മൾ ഒരുപാട് സ്വർണ്ണങ്ങളോ കാര്യങ്ങളോ ഇട്ടിട്ടല്ല. പക്ഷെ നമ്മൾ ഏത് ദിവസം പുകഴ്ത്തിയത് ഇഷ്ടമായി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആവാം ഒരു സുഖം, കേൾക്കുമ്പോ ഒരു മനസ്സുഖം. അതല്ല സത്യം ഞാൻ പറഞ്ഞിട്ട്, നമ്മൾ ഒരുപാട് സ്വർണ്ണോ നമ്മൾ സാരി കൊടുത്തിട്ട് നമുക്കത് ഭംഗി, അത് നമ്മുടെ മേക്കപ്പിന് ഒരുപാട് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കണ്ടറിയതാണ്. ഒരു കല്യാണത്തിന് പോവാണെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ ഞാൻ ഇതന്നെ ഇങ്ങനെ തന്നെയാണ് പോവാറ്. പിന്നെ എപ്പോഴേലും അമ്പലത്തിൽ മുല്ലപ്പൂ കിട്ടിയാൽ വെക്കാൻ ഇഷ്ടമാണ്. അപ്പം എനിക്ക് ജാക്കറ്റ് അടിച്ച് കിട്ടുകയാണെങ്കിൽ എന്നും ഷോപ്പിലേക്ക് ഇങ്ങനെ സാരി കൊടുത്തതാണ് ഇഷ്ടം. അത് വേറെ ഒരു സ്ത്രീ സൗന്ദര്യം എന്താ,
ഉപ്പും മുളകിന് അമ്മ ഇപ്പൊ അങ്ങനെ ആള് വിചാരിച്ച മാതിരി അല്ലാന്നൊക്കെ അതല്ല ഈ സാരി ഉടുത്തിട്ടേ ഈ സാരി ഉടുത്തിട്ട് ഇവിടെ വന്നിറങ്ങിയപ്പോഴെന്നെ എന്നോട് നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നുള്ള കമന്റ് ആണ് നോക്കിയിട്ട് ഞാൻ കാറിന്ന് ഇറങ്ങണേക്കാൾ മുന്നേ ഇവിടെ വരണവര് പറഞ്ഞു ഈ സുന്ദരിയാണ് വീഡിയോയില് കാണുന്ന മരുന്നല്ലാന്നൊക്കെ പറഞ്ഞപ്പോ ആരായി ഇത്? അത് പാരമ്പര്യമായിട്ട് കിട്ടിയത് സൗന്ദര്യം ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടൊന്നുമല്ല എന്റെ അച്ഛന്റെ അമ്മയുടെ സൗന്ദര്യമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെയാണ് എന്റെ അമ്മായിമാരൊക്കെ സുന്ദരികളാ. എന്റെ അച്ഛന്റെ പെങ്ങന്മാര് അച്ഛൻ വീട്ടിലെ സൗന്ദര്യ. അതല്ല ഞാൻ ഒറ്റ മക്കളുമില്ല. അതല്ല എന്റെ അച്ഛന്റെ വീട്ടിലത്തെ എന്ത് ഞാൻ അമ്മ വീട്ടിൽ എന്തെങ്കിലും ആൾക്കാരെ ഞാൻ അച്ഛൻ വീട്ടിലത്തെ ഷേപ്പാ. അച്ഛന്റെ പെങ്ങന്മാരുടെ ഷേപ്പ്. ഞങ്ങളെ കൂടുതൽ ഭക്ഷണം അത് തന്നെയാണ്. അച്ഛൻ വീട്ടിലെ ഷേപ്പ് തന്നെയാണ്. അമ്മ വീട്ടിൽ അങ്ങനെ ഷേപ്പില്ല. അച്ഛൻ വീട്ടിലെ ഷേപ്പാണ്. അമ്മായിമാര് സുന്ദരിയാണ്. അപ്പൊ ആ അമ്മായിമാരുടെ സൗന്ദര്യം കിട്ടിയിട്ടവ ഭവാനിയമ്മയുടെയും ചന്ദ്രമ്മയുടെയും ഒക്കെ. രണ്ടമ്മായിമാര് നല്ല ഭംഗിയ. രണ്ടമ്മായിമാര് കുറച്ച് ഭംഗി കുറച്ച് ഭംഗി. രണ്ടമ്മായിമാര് മൂത്ത വലിയ നല്ല ഭംഗിയ, പാപ്പൻ നല്ല ഭംഗിയ, എൻ്റെ അച്ഛൻ നല്ല ഭംഗിയ. അല്ല വലിയ വലിയ ഷൊർണൂർ വലിശനായിരുന്നു ഏറ്റവും ഭംഗി. കുട്ടപ്പ വലിശൻ തന്നെയാണ്. രണ്ട് മരുമരുണ്ടായിരുന്നു. സുന്ദരനല്ലേ? അപ്പൊ രണ്ടെണ്ണാവാം. അങ്ങനെയാണ്. അങ്ങനെ ഇതാണ് പറഞ്ഞു വേറെ. ഇല്ല അതെന്റെ ക്യാരക്ടറിനെ ബാധിക്കും. ഇല്ല ഒരിക്കലും എനിക്ക് ഞാനൊരു വ്യക്തി എന്നുള്ളത് നമുക്ക് സൗന്ദര്യത്തിന്റെ കാര്യങ്ങളിലല്ല, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരാളോടെ ലൈഫ് ലോങ് ജീവിക്കാം. ലൈഫ് ലോങ് ജീവിച്ച് നാളെ എന്ത് എന്നുള്ളതൊക്കെ അറിയില്ല. പക്ഷെ നാളെ എന്ത് വന്നാലും ഇനി ഈ ജന്മത്ത് വേറൊരാൾ എൻ്റെ ലൈഫിലില്ല, അത് ഉറപ്പാണ്. അത് എന്തെങ്കിലും സുന്ദരന എന്നെ കണ്ടിട്ടാ പിടിച്ചേ. പോട്ടെ ബൈ.